ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം നമ്മുടെ സുവിശേഷം നമ്മുടെ ആകുലതകളെല്ലാം എടുത്തു മാറ്റുകയാണ്. നമ്മൾ സുവിശേഷമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആകുലത മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം നമ്മൾ ആകുലതയോടുകൂടിയാണ് ഇത് തുറക്കുന്നത്. ചിലർ സുവിശേഷം വായിച്ചിട്ട് ആകുലപ്പെടുന്നവരുണ്ട്. എന്താണോ ഇന്ന് എനിക്ക് ഈ വചനം കിട്ടിയത്. ചിലർ കണ്ണടച്ച് തുറന്ന് വചനമൊക്കെ എടുത്ത് ആ വചനം നല്ലതാണെങ്കിൽ ജീവിതം മുഴുവൻ അന്നത്തെ ദിവസം നല്ലതാണ്, അല്ലെങ്കിൽ മോശമാണ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടമാനം ആകുലപ്പെടുകയാണ്. ചിലർ പ്രാർത്ഥനയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, കിട്ടുന്ന വചനത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ആകുലപ്പെടുന്നവരുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ സുവിശേഷം എത്ര മനോഹരമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയപ്പാടുകളെ എല്ലാം എടുത്തു മാറ്റുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് ഏറ്റവും കൂടുതൽ കർത്താവ് പറയുന്നത് വചനത്തിൽ. നമുക്കാണെങ്കിൽ പേടിയൊട്ട് മാറുന്നുമില്ല. കർത്താവ് നമുക്കിട്ട് പണി തരുമോ, ഇതൊക്കെയാണ് നമ്മുടെ പേടി. കർത്താവ് നമ്മളെ വല്ലതും ചെയ്യുമോ, പേടിപ്പിച്ച ആളെ കൂട്ടാൻ വളരെ എളുപ്പമാട്ടോ. നമ്മുടെ ചില ആത്മീയ ഗുരുക്കന്മാരൊക്കെ മനുഷ്യരെ പേടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പാടെ പ്രശ്നമാവും, അയ്യോ എല്ലാവരും വരും. പണ്ടൊരു ധ്യാനഗുരു എന്ന് പ്രസംഗിച്ചു, ഞാൻ ഇതിനു മുമ്പ് ധ്യാനിപ്പിച്ച ഇടവകയിൽ ധ്യാനത്തിന് വരാതെ കച്ചവടം ചെയ്ത 2 പേരുടെ കട കത്തിപ്പോയി. പിറ്റേ ദിവസം ചന്ത മുഴുവൻ അടച്ച് എല്ലാവരും ധ്യാനത്തിന് വന്നു. എൻ്റെ കർത്താവേ, കത്തിച്ച് കളയരുതേ, ആകപ്പാടെ ഉള്ളതാണേ. പേടിച്ചു കഴിഞ്ഞാൽ ആൾ കൂടും. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ഭയപ്പെടുത്തി നേടുന്നതല്ല, മറിച്ച് സ്നേഹിച്ച് നേടുന്നതാണ്. നാം നിൻ്റെ ഉള്ളിൽ നിന്ന് സർവ്വ ആകുലതകളെയും എടുത്ത് മാറ്റുന്നതാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ പാപിനിയായ സ്ത്രീ, അവളെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പാപിനിയായ സ്ത്രീയെ അവരെല്ലാവരും കൂടെ പാപത്തിൽ പിടിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട? കല്ലെറിഞ്ഞു കൊല്ലണം. അവൾ ഭയങ്കര സന്തോഷമായി. എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ രസമല്ലേ. തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനൊരു വല്ലാത്ത ആവേശമാണ്. വല്ലവരുടെയും സ്വത്താണെങ്കിൽ എറിയാനായിട്ട് ആവേശം ഇച്ചിരി കൂടുകയും ചെയ്യും അല്ലേ. നമ്മുടെ അല്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. പണ്ടൊരിക്കൽ നമ്മൾക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പണ്ട് ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തുന്നത് എറിയടാ, ട്രാൻസ്പോർട്ട് ബസ്സിനിട്ടാണ്, സ്വന്തം കാറിനിട്ട് എറിയരുത്, ട്രാൻസ്പോർട്ട് ബസ്സിനിട്ട് എറിഞ്ഞു. കാരണം എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. തകർക്കുന്നത് കാണുക എന്ന് പറയുന്ന പോലെയാണ് എറിയാൻ കല്ലുമായിട്ട് ഒരു പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് പറയുക. അതിനകത്ത് പ്രായമായവർ തുടങ്ങി ചെറുപ്പക്കാരും എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ വന്നു, കർത്താവിൻ്റെ അടുക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവളെ പാപത്തിൽ പിടിച്ചു, ഇനിയിപ്പം നീ പറ എന്നാ ചെയ്യേണ്ടത്. കർത്താവൊന്നും പറയേണ്ട കാര്യമില്ല. അവരുടെ തിരുവചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് കല്ലെറിഞ്ഞു കൊന്നോളാൻ. പക്ഷെ എന്നാലും അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരവ്. ഗുരു കരുണാമയനായതുകൊണ്ട് പറയും, വെറുതെ വിട്ടേക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിയമം ലംഘിച്ചെന്ന് പറഞ്ഞാൽ അവനെ കൂടെ കല്ലെറിയാം എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഒരു കല്ല് മതി, കാര്യം 2 നടക്കും എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. കർത്താവാണ് ഇവരെ കണ്ടപാടെ ഇരുന്ന് എഴുത്താണ്, നിലത്തെഴുത്ത്. തമ്പുരാൻ ആകപ്പാടെ എഴുതി എന്ന് പറയുന്നത് അതാണ്. പാവം കർത്താവിനെക്കുറിച്ച് എഴുതപ്പെട്ടതാണ് ബാക്കി മുഴുവൻ എല്ലാം. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് പലരെ എറിയാനുള്ളതാണ്, അതുകൊണ്ട് ഇതിന് തീരുമാനമാക്കിയിട്ട് അടുത്ത ഏറിന് പോകണം, പെട്ടെന്ന് പറ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എറിഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. പിന്നെ നമ്മൾ കണ്ടത് അവരെല്ലാം മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ടിട്ട് പോയി. ആ കാര്യത്തിൽ എനിക്ക് അവരോടെല്ലാം സ്നേഹമാണ്. നല്ല സത്യസന്ധനായ മനുഷ്യനാണ് അല്ലേ. സമ്മതിച്ചു പാപം ചെയ്തു. നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിൽ സമ്മതിക്കുമോ? അയ്യോ, നമ്മൾ കല്ലും താഴെ ഇട്ടിട്ട് വീട്ടിലോട്ട് ചെന്നാൽ പെമ്പ്രനൂര് കയറ്റുമോ? ആഹാ, നിങ്ങൾ പോയി പാപം ചെയ്തല്ലേ, ഇനി എറിഞ്ഞാൽ കർത്താവ് വെറുതെ വിടുവോ? വേണ്ട, നീ പാപം ചെയ്യുമെന്ന് എനിക്കറിയാം. നമ്മൾ മലയാളികൾ ഒരു കോംപ്രമൈസാണ്. എന്താണ്? എറിയുന്ന പോലെയൊക്കെ ഒന്ന് കാണിച്ച്, എന്നാൽ കൊള്ളാത്ത രീതിയിലൊക്കെ ഇട്ട്. ഭാര്യ യോഗ്യം പറയും എറിഞ്ഞായിരുന്നു, കർത്താവ് യോഗ്യം പറയും കൊണ്ടില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ അവരേതായാലും കല്ലുകളെല്ലാം താഴെ ഇട്ടിട്ട് അവർ പോയി. ആ പാവം സ്ത്രീയും ഒരു കൂമ്പാരം കല്ലും നമ്മുടെ കർത്താവും. അവളുടെ മനസ്സ് എന്തോരം ഭയപ്പെട്ട് കാണും. ഇവൻ മാത്രമേ ഉള്ളൂ പാപം ചെയ്യാതെ, ഇവനിനി ഒറ്റയ്ക്ക് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാണോ? ഏതായാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അവളോട് കർത്താവ് പറയുന്നത് എന്താണ്? സ്ത്രീയെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ, ആരും നിന്നെ വിധിച്ചില്ലേ എന്നായി വെച്ചല്ലേ. ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, ആരും എന്നെ വിധിച്ചില്ല. എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. നമുക്കൊക്കെ ഒന്നും അത് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അല്ലേ? ഒരു പഞ്ചില്ലാത്ത ഡയലോഗാണത്. 2 പറയണ്ടേ, കിട്ടിയതല്ലേ, 2 പറഞ്ഞിട്ട് വെറുതെ വിട്ടാൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഒന്നും പറയാതെ ചുമ്മാ അവളെ വെറുതെ വിട്ടിരിക്കുക, നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. 2 പറഞ്ഞാലേ നമുക്ക് സന്തോഷമുള്ളൂ.
കർത്താവ് ഒന്നും പറയാതെ അവളെ വിട്ടു പറഞ്ഞു. അവസാനം പറഞ്ഞു എത്രയേ ഉള്ളൂ, ഇനിമേൽ പാപം ചെയ്യുക, നീ സമാധാനത്തോടെ പൊയ്ക്കോ. ആകുലതകളെ എല്ലാം എടുത്ത് കളയുന്ന കർത്താവ്, ഭയപ്പാടുകളെ എല്ലാം എടുത്തു കളയുന്ന കർത്താവ്. ഞാൻ എപ്പോഴും മനസ്സിൽ സങ്കല്പിക്കും, ഈ സ്ത്രീ പിറ്റേ ദിവസവും പോയി പാപം ചെയ്യുമെന്ന് വിചാരിക്കുക. അവൾക്കറിയാവുന്നല്ലേ അവൾ ചെയ്യത്തുള്ളൂ. പിറ്റേ ദിവസം യുവന്മാർ കർത്താവിനെ പിടിച്ചു കൊണ്ടുവന്നു. ഇന്നലെ ഞങ്ങൾ വെറുതെ വിട്ടു, ഇന്ന് റെഡിയല്ല, എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. കർത്താവ് എന്ത് പറയും? കർത്താവ് അത് തന്നെ പറഞ്ഞേനെ. എന്താണ്? മകളെ, നീ പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കാരണം കർത്താവിന് അത് പറയാനേ അറിയത്തുള്ളൂ. സുവിശേഷത്തിൻ്റെ ധാർമ്മികത ശിക്ഷയെ ഭയന്നുള്ള ധാർമ്മികതയല്ല പ്രിയപ്പെട്ടവനെ. ദൈവത്തെ പേടിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നത് പുണ്യമല്ല കേട്ടോ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ജീവിക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ജീവിക്കുക, അത് വളരെ പോസിറ്റീവാണ്. ദർ ഈസ് നത്തിങ് നെഗറ്റീവ് ഇൻ ദാറ്റ്. നീ ഭയപ്പെട്ട് ജീവിക്കണ്ട. നിന്റെ സർവമാന ഭയപ്പാടുകളും കർത്താവ് മാറ്റിക്കളയുകയാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, അഗാധമായിട്ട് സ്നേഹിക്കുന്നു, പുറകെ നടന്ന് സ്നേഹിക്കുന്നു. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന മാനസാന്തരം, അതാണ് യഥാർത്ഥ ക്രൈസ്തവ മാനസാന്തരം. അതുകൊണ്ടാണ് ഈ ഭയപ്പെടുത്തിയുള്ള മാനസാന്തരമല്ല നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടത്, സ്നേഹത്താൽ പ്രേരിതമായ മാനസാന്തരം. കുഞ്ഞുനാളിൽ അമ്മ എന്നോട് പറയാമായിരുന്നു, കടയിൽ പോയി സാധനം മേടിച്ചോണ്ട് വാടാ. ഞാൻ പറയും പോകത്തില്ല, അതിനാ എനിക്ക് സൗകര്യമില്ല. അപ്പം അമ്മ പറയും, നല്ല പേരയുടെ വടി വെട്ടി വെച്ചിട്ടുണ്ട്, നീ നല്ലത് കൊള്ളു എൻ്റെ കയ്യിൽ നിന്ന്. എന്നാലും ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ വന്ന് 2 അടി തന്നു കഴിയുമ്പം പോയി മേടിച്ചുകൊണ്ട് വരും. ശിക്ഷയെ പേടിച്ചിട്ട് പോകുന്നതാണത്. പക്ഷേ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വയ്യ. ഇപ്പം അമ്മ പറയാതെ തന്നെ ഞാൻ സാധനങ്ങളെല്ലാം കടയിൽ പോയി മേടിച്ചു കൊടുക്കുകയാണ്. അത് സ്നേഹം കൊണ്ടാണ് കേട്ടോ. വളരും തോറും ചെറുപ്പത്തിലൊക്കെ ഇച്ചിരി ശിക്ഷ വേണം. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നിന്ന് ശിക്ഷയെല്ലാം എടുത്ത് കളഞ്ഞല്ലോ. ഈ ബാലാവകാശക്കാരും ചൈൽഡ് ലൈൻകാരും പിന്നെ എല്ലാവരും കൂടെ കൂടി നമ്മുടെ പിള്ളേരെ എല്ലാം ഒരു പരുവാക്കിയിട്ടുണ്ട്. ശിക്ഷിക്കാൻ പറ്റുകയില്ല, വഴക്ക് പറയാൻ പറ്റുകയില്ല, ശിക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കേസ് കൊടുക്കുക. ഇവരെല്ലാവരും കൂടി നമ്മുടെ പിള്ളേരെ കളയുക. 2 കൊടുത്താലേ കുഞ്ഞുനാളിലൊക്കെ എന്നതാ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നല്ല മോനെ ചക്കരക്കൂട്ടാ നീ വന്ന് പഠിക്കടാന്നൊക്കെ പറഞ്ഞാൽ വല്ലവരും വന്ന് പഠിക്കുമോ? മര്യാദയ്ക്ക് ഇവിടെ പഠിക്കടാന്ന് പറഞ്ഞാൽ 2 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരുന്നേക്കും. അതാണ് വേണ്ടത്. പക്ഷേ എന്നാ ചെയ്യാനാ? ഈ നിയമങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വഷളാക്കി കളയുകയാണ്. ഏതായാലും ശിക്ഷയെ ഭയന്നുള്ള ഒരു ആത്മീയത, അത് അപക്വമായ ഒരു ആത്മീയതയാണ്. നരകത്തിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളാരും മര്യാദയ്ക്ക് ജീവിക്കരുത്. ദൈവം എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ജീവിക്കുമ്പോഴാണ് അത് ക്രൈസ്തവമായ ആത്മീയതയായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം മുഴുവൻ പോസിറ്റീവാണ് കേട്ടോ. അത് നെഗറ്റീവ് എനർജി തരുന്നതല്ല, വളരെ പോസിറ്റീവ് എനർജി തരുന്നതാണ്. സ്നേഹിച്ച് പുറകെ നടക്കുകയാണ്. ഈ മനുഷ്യാവതാരത്തിൻ്റെ മഹാജൂബിലി നമ്മൾ ആചരിക്കുകയാണ്. 2025 വർഷമായല്ലേ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി. മനുഷ്യാവതാരം എന്നൊക്കെ പറയുന്നത് എന്താ? മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തൻ്റെ മകനെ അയക്കുകയാണ്. പിതാവ് പുത്രനെ അയക്കുകയാണ് ഭൂമിയിലോട്ട്. എന്നിട്ട് ഈ പുത്രൻ എന്താണ് ചെയ്യുന്നത്? പുത്രൻ വന്ന് മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ സർവ്വ പാപങ്ങളും സ്വയം ഏറ്റെടുത്ത് കുരിശിൽ യാഗമായി മരിച്ച് എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് നമ്മളെല്ലാം നീതീകരിച്ചു. ഇപ്പൊ ചോദ്യം, നമ്മൾ ആരപ്പാ ഇതെല്ലാം ചെയ്യാൻ? ദൈവം ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ നമ്മൾ ആരാ? അത്രയും വിലയാണ് പ്രിയപ്പെട്ടവർ ദൈവം നമുക്ക് തരുന്നത്. അത്രയും വിലയാണ് ദൈവം നമുക്ക് തരുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി അവൻ തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. അത്രയും നമ്മളെ വിലമതിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതാണ് ക്രൈസ്തവ ധാർമ്മികത. അല്ലാതെ ഭയപ്പെട്ട് ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ച് ജീവിക്കുന്നതല്ല. സ്നേഹാനുഭവത്തിൽ നിറയുന്ന ഒരു ആത്മീയതയാണ്. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ പോലും നമ്മുടെ തലയിൽ കയറുന്നത് മിക്കവാറും ഈ ശിക്ഷയൊക്കെ ആയിരിക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ ബിഷപ്പായി കഴിഞ്ഞിട്ട് മിക്കവാറും ദിവസം ഇമെയിൽ തുറക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഇമെയിൽ ഒരു സഹോദരിയുടേതായിരിക്കും. എനിക്ക് പരിചയമൊന്നുമില്ല. എത്രയാണെന്ന് അറിഞ്ഞ പാടെ അഡ്രസ്സെല്ലാം തപ്പിപ്പിടിച്ച് അവർ തരും. ഒത്തിരി പേർക്ക് അയക്കുന്ന കൊടുത്ത് എനിക്ക് വായിക്കും. എന്തോ വായിക്കുന്നത്? ബൈബിൾ വാക്യങ്ങളാണ്. അപ്പം ഞാൻ അവർക്ക് നല്ല കാര്യമല്ലേ, ഞാൻ തുടങ്ങുമ്പം തന്നെ ഒരു ബൈബിൾ വാക്യമൊക്കെ വായിച്ച് തുടങ്ങാൻ.
പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇവർ അയക്കുന്നത് മുഴുവൻ ഈ ശിക്ഷയെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന വചനങ്ങൾ മാത്രം ഈ പഴയ നിയമത്തിൽ നിന്നെല്ലാം തപ്പിയെടുത്ത് നമ്മുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ട് രാവിലെ ഓരോന്ന് അയക്കുകയാണ്. ഒരുങ്ങിയിരിക്കുവിൻ, കർത്താവ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഒരു മറുപടി അയച്ചു. സഹോദരി, നല്ല കാര്യമാണ് സഹോദരി ചെയ്യുന്ന ഒരു വലിയ സുവിശേഷ പ്രഘോഷണമാണ്. കാരണം ബൈബിൾ വാക്യങ്ങൾ എഴുതി എല്ലാവർക്കും അയക്കുകയാണ്. പക്ഷേ ഈ ബൈബിളിൽ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന വചനങ്ങൾ മാത്രമല്ല, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതും കൂടെ ഒരെണ്ണം എഴുതി അയക്കണേ എന്ന് പറഞ്ഞു. അയ്യോ, അവരുടെ തനിനിറം പുറത്തു വന്നു. 2 പേജ് നിറയെ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മെത്രാന്മാർ ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നില്ല. മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പേടിച്ച് ജീവിക്കണം. നിങ്ങളെ ഒന്നും കർത്താവ് വെറുതെ വിടത്തില്ലെന്നെല്ലാം പറഞ്ഞ് എന്നെ പറയാത്തതൊന്നുമില്ല. അതോടുകൂടി എനിക്ക് ഉള്ള സുവിശേഷ പ്രഘോഷണം പുള്ളിക്കാരത്തി അവസാനിപ്പിച്ചു. ഇയാളോട് ഒരു കാര്യമില്ല. സത്യത്തിൽ നമ്മളൊക്കെ ചിലരെങ്കിലും ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ഈ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കയറത്തുള്ളൂ. സ്നേഹത്താൽ നിർബന്ധിക്കുന്ന വചനങ്ങൾ കയറത്തില്ല. അങ്ങനെ അതിൻ്റെ കാരണം നമ്മുടെ മനസ്സ് തന്നെ പലപ്പോഴും ഒത്തിരി നെഗറ്റീവാണെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ എന്ത് മിടുക്കരാണ്, നല്ല മിടുക്കരായ കുട്ടികൾ നമുക്കുണ്ട്. നമ്മുടെ ഈ പിള്ളേരെന്താ ഭരണരംഗത്ത് ഒരുത്തനെ കാണാനുണ്ടോ? കൊള്ളാവുന്ന രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ഒരുത്തനെ കാണാനുണ്ടോ? ഇവിടെങ്ങാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, അവർ ഉണ്ടായിരിക്കും കേട്ടോ. എന്നാലും ഈ പേര് നമ്മൾ ഈ ക്രിസ്ത്യാനികളൊക്കെ എവിടെ പോയി? അതുപോലെ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ, അഭിഭാഷകരുടെ കൂട്ടത്തിൽ, പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ, ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ ഏത് ക്രിസ്ത്യാനി ഒന്നും കാണാനൊന്നുമില്ല. നമ്മൾ സയൻറ്റിസ്റ്റ് എന്നൊക്കെ കാണുന്ന ആൾക്കാരോട് എന്താ സാറ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഒന്നും കണ്ടുപിടിച്ചില്ലെന്ന് പറയുന്നു. അതൊരു തസ്തികയാണത്രേ. സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയാണ് ഗവൺമെൻറ്റിൻ്റെ, അത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ എവിടെ പോയി? ഇത്രയും വിദ്യാഭ്യാസം കിട്ടുന്ന പിള്ളേർ വേറെ ഉണ്ട്. ഇത്രയും നല്ല സ്കൂളും കോളേജും നടത്തുന്ന ആൾക്കാർ നമ്മളല്ലാതെ വേറെ ആരാ? എന്നിട്ട് നമ്മുടെ പിള്ളേരെന്ത് ചെയ്യും? നമ്മുടെ ഏറ്റവും മിടുക്കരായ കുട്ടികൾ. ഞാൻ ഈ അടുത്ത നാളിൽ +1 ഫുൾ മാർക്ക് മേടിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവളെ വിളിച്ചു, മോളെ മിടുക്കിയോ, നീ തകർക്കും നീ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിന്റെ സ്വപ്നം എന്താ? ജർമ്മൻ പഠിക്കണമെന്ന്. അവൾക്ക് അത്രയും സ്വപ്നമേ ഉള്ളൂ. ജർമ്മൻ പഠിച്ചിട്ട് ജർമ്മനിയിലെ ഏതോ ഒരു കുഗ്രാമത്തിലെ ഏതോ ഒരു നഴ്സിംഗ് ഹോമിലെ ഏതോ ഒരു പേരില്ലാത്ത നേഴ്സായി അവൾ ജീവിതം കഴിക്കാൻ പോവാണ്. ഈ ക്രിസ്ത്യാനി പിള്ളേർക്കൊക്കെ എന്നാ പറ്റി? അതിന് ഞാൻ ഗവേഷണം നടത്തി 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. നിങ്ങളെന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ 8:30 പൊക്കോളാം കേട്ടോ. അതായത്, ഒന്ന്, നമ്മുടെയൊക്കെ വീടുകളിൽ ഭയങ്കര നെഗറ്റിവിറ്റി കൂടുതലാണ്. ഈ പിള്ളേർക്ക് ആത്മവിശ്വാസം ഇല്ല. രാവിലെ മുതൽ കെട്ടിയോളും കൂടെ ഒന്നുകിൽ മിണ്ടാതിരിക്കുക, മിണ്ടിയാലോ ഇത് പറഞ്ഞോണ്ടുള്ള വർത്താനം, മിണ്ടാതിരിക്കുക, വഴക്ക് പിടിക്കുക, പിന്നെ വഴക്ക് പിടിക്കുക, തർക്കിക്കുക, പിന്നെ പിണങ്ങിയിരിക്കുക. അതാണ് ഒരു കലാപരിപാടി. എത്ര ദിവസം? 3 ദിവസം പിണങ്ങിയിരിക്കുക. കർത്താവ് 3 ദിവസം കല്ലറയിലായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് 3 ദിവസം പിണങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ വീട് നമ്മുടെ കുട്ടികൾക്ക് ഒരു സന്തോഷകരമായ അനുഭവമാകുന്നത്. ഇവിടെ ഒത്തിരി പിള്ളേരൊന്നും ഞാൻ കാണുന്നില്ല, ഈ പാട്ടുകാർ പിള്ളേരല്ലാതെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നമ്മുടെ 17-18 വയസ്സായ ഒത്തിരി പിള്ളേർക്ക് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനാണ് ഇഷ്ടം. നിങ്ങൾ പറയുന്നു, അയ്യോ ഞങ്ങളുടെ ചക്കരയാ പുന്നാരയാ, ചക്കര കുറ്റന് എൻ്റെ കൂറ്റത്തിൽ തന്നെ നിൽക്കാനാ ഇഷ്ടം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഇതിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും ഓടിപ്പോകാനാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. കാരണം എന്നാ, ഇതെന്നതാ ഇത് നനഞ്ഞ പടക്കം പോലൊരു അനുഭവമാണ് വീട്ടിലോട്ട് കയറിയാൽ. ഒരിക്കലും ഉണങ്ങാത്ത തുണി പോലെ അല്ലേ, ഇങ്ങനെ നനഞ്ഞ് കിടക്കുക. ഒരു രസവും ഇല്ല. അവന് രസം മുഴുവൻ പുറത്താ. കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവന് രസം. ഇപ്പോൾ അവിടെ രസം ഇങ്ങനെ കൂടി വരിക. പല പല കാരണങ്ങളുണ്ട് രസിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളാണ്. അവന് വീട്ടിലോട്ട് കയറിയ ഒരു രസവും ഇല്ല. നമ്മൾ ഈ അപ്പന്മാരും അമ്മമാരും ഒക്കെ കുത്തിയിരുന്ന് ചിന്തിക്കണം, നിങ്ങളൊക്കെ കുടുംബജീവിതം സന്തോഷകരമായിട്ടാണോ നയിച്ചത്? ഈ അടുത്ത നാളിൽ ഒരു സിനിമാ നടി പെങ്കൊച്ചിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. അവളെ അങ്ങ് എല്ലാവരും കൂടി പുകഴ്ത്തുകയാണ്. എന്താണ്? അവൾ കല്യാണം കഴിക്കാതെ ജീവിക്കുകയാണ്. കൊള്ളാം, മിടുക്കി, കല്യാണം വേണ്ട എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് ഭയങ്കര
ഇതിനെ അങ്ങ് റൊമാൻറ്റിസൈസ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. ഞാൻ ഇവളുടെ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അറിയാതെ അവളൊരു സത്യം പറഞ്ഞു, എന്നാ കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയാന്ന്. കാരണം മിക്കവാറും അവൾ കണ്ടിട്ടുള്ള ആദ്യത്തെ കല്യാണം ഏതായിരിക്കും? അവളുടെ അപ്പൻ്റെ അമ്മയുടേതായിരിക്കും. അത് ചിലപ്പോൾ അവളെ ഭയപ്പെടുത്തുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ കണ്ട ഒരു അവാർഡ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ, അവരുടെ മക്കൾക്ക് കല്യാണം കഴിക്കണമെന്ന് പോലും തോന്നാത്ത രീതിയിൽ അവർ വിവാഹ ജീവിതം നയിച്ചു കേട്ടോ. അത് ഭയങ്കര സംഭവം. അത് കുടുംബജീവിതത്തെ തന്നെ വെറുക്കത്തക്ക രീതിയിൽ അവർ കുടുംബജീവിതം നയിച്ചു. അതാണ്. ഞാൻ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യനെ കണ്ടു. അവന് എൻജിനീയറിങ്ങിനെ കണ്ട് പഠിക്കുകയാണ്. അവനെ ഇച്ചിരി ഇരുണ്ട ഒരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ പ്രശ്നം, അവന് ആത്മവിശ്വാസമില്ല. നന്നായിട്ട് പഠിക്കും, മാർക്കൊക്കെ മേടിക്കും, പക്ഷേ അവനെ ഒരു കമ്പനിയിലും അവനെ എടുക്കുന്നില്ല. അവൻ ആ പാടെ അങ്ങ് ഡൗണാണ്. അവൻ്റെ നോട്ട് മേടിച്ച് പഠിച്ചവരെല്ലാം ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ഈ പാവത്താൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവൻ്റെ വീട്ടുകാരുടെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പറഞ്ഞത്, അപ്പനും അമ്മയും തമ്മിൽ സംസാരം ഇല്ല. അപ്പനെപ്പോഴും അമ്മയെ കുറ്റം പറയും. എന്നാ, അമ്മയെ കാണാൻ കൊള്ളത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, അപ്പൻ എത്ര വയസ്സുണ്ട്? അവന് 60 വയസ്സുണ്ട്. ഇയാൾക്കിനിയും കാണാൻ കൊള്ളാം എന്നതാ ഇല്ലേ, ഒരു കാണാൻ കൊള്ളത്തില്ലത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഇയാൾ. അപ്പം ഞാൻ ചെയ്ത് എത്ര വർഷമായി കല്യാണം കഴിച്ചു? 30 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും ഭാര്യ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയോട് ഇട്ടോ ഇല്ല, ഒന്നുമില്ല, ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം പിടിക്കുന്നില്ല, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് കിടന്ന് വളരുന്ന ഈ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെയൊക്കെ വീടുകളിൽ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് കുർബാനയ്ക്കകത്ത്, ഞങ്ങളുടെയൊക്കെ കുർബാനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷേ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അസമാധാനം തുടങ്ങുകയാണ്. ആ സമാധാനം നിങ്ങളോടുകൂടെ, അതാണ് സമാധാനമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ഓരോ ദിവസം കഴിയുന്തോറും സ്നേഹത്തിൽ വളരുന്നുണ്ടോ നമ്മുടെ കുടുംബങ്ങൾ? ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നുണ്ടോ? സന്തോഷകരമായിട്ട് ഒരു നല്ല കാര്യമെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 2-3 നല്ല കാര്യങ്ങളൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. ഈ ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങുന്നതിനേക്കാളും നല്ലത് 2-3 നല്ല കാര്യങ്ങളൊക്കെ ചുമ്മാ പറയണം. ഒന്നുമില്ലല്ലോ, ഇന്നത്തെ രാത്രി എത്ര മനോഹരമാണെന്നെങ്കിലും പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. വേറെ ഒന്നും മനോഹരമാണെന്ന് പറയാൻ തോന്നിയില്ലെങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷം ഒത്തിരി നെഗറ്റീവായി പോകുന്നതുകൊണ്ടാണ് ഈ കുട്ടികൾക്കും ഒരു ആത്മവിശ്വാസം. പിന്നെ രണ്ടാമത്തെ കാരണം, നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മളാണ് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത്. 22 വയസ്സുള്ള പെങ്കൊച്ചിന് SB കോളേജിലെ PGക്ക് അഡ്മിഷന് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നത് അവളുടെ പപ്പയാണ്. കാരണം എന്നാ, കൊച്ചു ചെയ്താൽ തെറ്റിപ്പോകും. 22 വയസ്സുണ്ട്, PGക്ക് അവൾക്ക് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കുന്നത് അവളുടെ അപ്പനാ. ഈ പിള്ളേരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നത് നമ്മളാണ്. പലചരക്ക് കടയിൽ പോയി മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവൻ പലചരക്ക് കടയിൽ പോയി ചോദിക്കുന്നത്. കാരണം അവന് അറിയത്തില്ല ഇതെവിടെയാണ് മരുന്ന് കിട്ടുന്നത്. എന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് ഇല്ല കേട്ടോ അത് പറയും. ഇതാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ 2 കാലം നിൽക്കാനും നമ്മൾ പരിശീലിപ്പിക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രത്യാശാനിർഭരമായ വാക്കുകളും പ്രത്യാശാനിർഭരമായ സംസാരങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിലുണ്ടാവണം. എങ്കിലേ നമ്മുടെയൊക്കെ മക്കൾക്കാണെങ്കിലും ഒരു ധൈര്യമുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സത്യമാണ്, ചെറുപ്പത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ഒരു ബാല്യകാലം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെർഫെക്റ്റായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിട്ടുണ്ടോ? എനിക്കില്ല കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ വളർത്തിയ ഒരു അമ്മയോ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിച്ച ഒരു അപ്പനെയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നോട് പറയണം. എനിക്കൊരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ സംഘടിപ്പിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? അപൂർണതകളുടെ ഇടയിൽ പൂർണ്ണതയായ ദൈവത്തെ നോക്കി പാർത്ത് ജീവിക്കാനുള്ള വിളിയാണ്. അപൂർണതകളുടെ ഇടയിൽ ജീവിക്കാനുള്ള വിളിയാണ് നമ്മുടെ വിളി. അല്ലാതെ എല്ലാം പെർഫെക്റ്റായിട്ട് ഉള്ള കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിക്കാനല്ല. ചിലർക്കൊക്കെ ഈ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെന്താ? നിസ്സാര കാര്യങ്ങൾ കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇത് ശരിയല്ല, ഇത് ശരിയല്ല.
ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഇയാൾ എന്നെ കല്യാണം കഴിച്ചത് ഈ വീട്ടിലെ പൊടിയെല്ലാം തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനാ എത്ര പ്രാവശ്യം പൊടി തുടച്ചാലും പുള്ളിക്ക് തൃപ്തിയാകുന്നില്ല. പെർഫെക്ഷനിസമാണ്. അപ്പോൾ ഇവർ എങ്ങാണ്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സ്ത്രീയാണ് ഭാര്യ. അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ മുഴുവൻ ഞാൻ ഇരിയാനെ വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് മുഴുവൻ തുടച്ചിടും. ഇപ്പോൾ സോഫയിലൊന്നും ഒരു തരി പൊടി പോലും കാണാത്തതിന് ഇയാൾ സോഫ മറിച്ചിട്ടാണ് നോക്കുന്നത് അവിടെ പൊടിയുണ്ടാവും. എന്നെടുക്കുന്നത് അതാണ്. പെർഫെക്ഷനിസ്റ്റുകളുണ്ട് കുറേ എണ്ണം കാണും, ഇതിനകത്തും കാണും, 5-6 പേരൊക്കെ കാണും. അപ്പം നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ. മെത്രാന്മാർ പെർഫെക്റ്റ് ആണോ? എൻ്റെ കാര്യമല്ല കേട്ടോ, അച്ഛന്മാരുടെ കാര്യം പറയാൻ വേണ്ട, ഒന്നും പറയണ്ട. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നടുക്ക് പെർഫെക്ഷനായ ദൈവത്തെ നോക്കി പാർത്ത് ജീവിക്കാനുള്ള വിളിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒത്തിരി നെഗറ്റീവ് ആകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം. നിങ്ങളുടെ കൊച്ച് 7 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ദൈവമേ 7 മണിക്കെങ്കിലും എഴുന്നേറ്റല്ലോ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാം, അല്ലേ? 7 മണിക്കെങ്കിലും ഇവൻ എഴുന്നേറ്റല്ലോ. അവൻ ഉറക്കെ അത് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുകയാണെങ്കിൽ മിക്കവാറും അവൻ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. ഇനി അതല്ല, നീ ഇപ്പോൾ 7 മണിക്കാണോ എഴുന്നേക്കുന്നത്, അതിന് പുറകെ നടക്കുമ്പോഴായി പ്രശ്നം. നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ ഒരു അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം അത് കുറച്ചുകൂടി സന്തോഷകരമാക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42-ാം അധ്യായം 5-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. അപ്പോൾ എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ സങ്കീർത്തകൻ വളരെ പ്രത്യാശ നിർഭരമായി മനസ്സിനോട് പറയുക, എൻ്റെ മനസ്സെ, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. കാരണം നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിലാണ്. അങ്ങനെ പ്രത്യാശിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഒന്നിനും തളർത്താൻ പറ്റാത്തത്. ദാരിദ്ര്യമായാലും പട്ടിണിയാണെങ്കിലും നഗ്നതയാണെങ്കിലും ആപത്താണെങ്കിലും വാളാണെങ്കിലും യുദ്ധമാണെങ്കിലും ഒന്നിനും കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. നമുക്ക് ഈ ലോകത്ത് അത്ര വിചാരിച്ചതുപോലെ ഒരു ജീവിതമൊന്നും കിട്ടിയില്ല, സാരമില്ലെന്നേ. നമ്മൾ ഇവിടെ വഴിപോക്കറല്ലേ, നമ്മൾ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്നത് നിത്യജീവനെയാണ്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് സർവ്വജീർണതകളിൽ നിന്നും ജീവനെ സൃഷ്ടിച്ചവനാണ് ദൈവം. സർവ്വജീർണതകളിൽ നിന്നും ജീവനെ സൃഷ്ടിക്കുന്നവനാണ് കർത്താവ്. നമ്മൾ ഈ ബൈബിള് നോക്കുമ്പോഴത്തേക്ക് ഈ ബൈബിളിൽ ആരാ അപൂർണതയുള്ള മനുഷ്യർ? ആദം തുടങ്ങി എല്ലാം, അല്ലേ? അബ്രാഹത്തിൻ്റെ ഒന്നും കാര്യം പറയണ്ട, എന്നെല്ലാം കാര്യങ്ങളാണ് ഒപ്പിച്ച് വെച്ചു. ആകപ്പാടെ ഇച്ചിരി കുഴപ്പമൊന്നും കാണിക്കാത്ത ഒരേ ഒരു പൂർവ്വപിതാവായി നമ്മുടെ പൂർവ്വപിതാവായി ഇസഹാക്ക്. കാരണം പാവത്തെക്കുറിച്ച് അധികം ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. എഴുതിയായിരുന്നെങ്കിൽ എന്നതാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ പൂർവ്വപിതാവായി യൗസേപ്പ്, തിരക്കേടില്ല, അല്ലേ? ബാക്കിയെല്ലാം കണക്കാണ്. പ്രവാചകന്മാരുടെ കാര്യം, ജെറമിയ വിഷാദ രോഗിയായിരുന്നെന്നാണ് പറയുന്നത്. ജെറമിയ പ്രവാചകൻ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇത് വായിച്ചാൽ ചിലപ്പം നിങ്ങൾ ഈ പുള്ളിയുടെ അസുഖം മനസ്സിലാക്കിയിട്ടേ ഈ പുസ്തകം വായിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ആകപ്പാടെ വായിച്ച് നിങ്ങളും കൂടെ ഡൗൺ ആവും. 20-ാമത്തെ അധ്യായം 14, ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. അയ്യോ, ഇങ്ങനെയൊക്കെ പറയാവോ? എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. ജെറമിയ പറയുന്നതാണ്. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നുവെന്ന് വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അവൻ എന്നാ പിഴച്ചു? ആ പാവം സർവ്വരെ ശപിക്കുക. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ജെറമിയ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എല്ലാം അനുഭവിക്കുന്നുണ്ട്. പൂർണ്ണതയുള്ളവരൊന്നും അല്ല പ്രിയപ്പെട്ടവർ. നമുക്ക് ഈ ബൈബിൾ നോക്കിയാൽ നമ്മുടെ എല്ലാ സ്വഭാവമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. പത്രോസ് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മുടെ പൗലോസ് പീഡിപ്പിച്ചുകൊണ്ട് നടന്നവനാണ് പൗലോസ്, അല്ലേ? കഷ്ടപ്പെട്ട് പീഡിപ്പിച്ചുകൊണ്ട് നടക്കുക, സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുക. തോമായുടെ കാര്യം പറയണം, മുഴുവൻ സംശയമായി. പിന്നെ കൂടെ ഏറ്റവും സ്നേഹിച്ച് നടന്ന യോഹന്നാൻ്റെ യാക്കോബിൻ്റെയും കാര്യം എന്നാ?
അവസാനം ചെന്ന് ചോദിക്കുന്നത് ആ കസേര പത്രോസിന് കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണമെന്ന്, അല്ലേ? ഈ ജാതി എല്ലാ ടൈപ്പും ഉണ്ട് ഇതിനകത്ത്. ഇവരെ വെച്ചോണ്ടാണ് കർത്താവ് ഈ പ്രസ്ഥാനം ഓടിക്കുന്നത്. എല്ലാം ഒരു കുറവില്ലാത്തവരെ വെച്ചോണ്ടല്ല, കുറവുകളുള്ള സാധാരണ മനുഷ്യരെ വെച്ചോണ്ടാണ് കർത്താവ് 2000 വർഷമായിട്ട് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ വിചാരിച്ചാലും ഇത് തകരുകയില്ല. കാരണം നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് തകർന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും കർത്താവ് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഏതവസ്ഥകൾ, ഏത് ജീർണതകളിൽ നിന്നും ജീവനെ നൽകുന്ന നല്ല ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയുടെയും വിലാപങ്ങളുടെയും ഒരു വലിയ ശക്തിയുണ്ട്. നമുക്ക് ദുഃഖം വരുമ്പോൾ പോലും അത് നമുക്ക് പ്രാർത്ഥനയാക്കാൻ പറ്റും. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഈ സങ്കീർത്തനമൊക്കെ എന്തിനാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് ഈ വല്ലവരുടെയും പ്രാർത്ഥനയല്ലേ, അത് നമ്മളിപ്പോൾ എന്തിനാണ് ചൊല്ലുന്നത്? അവൻ ചോദിച്ചു. വല്ലവരുടെയും പ്രാർത്ഥനയല്ലേ ഈ സങ്കീർത്തനം? അത് ദാവീദിൻ്റെ പ്രാർത്ഥനയല്ലേ? അതിപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇത് ചൊല്ലുന്നത്? ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെ പറയരുത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നിന്നെ പഠിപ്പിക്കാനായിട്ടാണ് സങ്കീർത്തനം. അത് ചോദിച്ചു, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, നിൻ്റെ ഹൃദയ വിചാരങ്ങൾ മുഴുവൻ അതായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രകടിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നിന്റെ ഹൃദയ വിചാരങ്ങൾ മുഴുവൻ, അത് ചിലപ്പോൾ നിരാശയുടേതാവാം, വേദനയുടേതാവാം, വെറുപ്പിൻ്റെതാവാം, വിദ്വേഷത്തിൻ്റെതാവാം. എന്താണെങ്കിലും നീ കർത്താവിൻ്റെ അടുക്കൽ ചെന്നത് പറയുക. പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിനെ മുഖാമുഖം കണ്ട ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ വേദനയുടെ, ഈ സംശയത്തിൻ്റെ, വിഷാദത്തിൻ്റെ അനുഭവങ്ങളെയെല്ലാം കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങൾ തോന്നുമ്പം നിങ്ങളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാതെ ബൈബിളൊക്കെ വായിച്ച്, സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ച് തമ്പുരാനോട് പറയണം. 137-ാമത്തെ സങ്കീർത്തനം മനോഹരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. സങ്കടമാണ്. അവിടെയുള്ള അലറി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങളെങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ഇനിയും പറയാൻ പോകുന്നതൊക്കെ ഭയങ്കര കട്ടിയാകട്ടോ, ഇത്രയും വലിയ തരക്കേടില്ല. ജെറുസലമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ തീരട്ടെ എന്ന്. പിന്നെ കർത്താവേ, അടുത്തതാണ്, ജെറുസലമിൻ്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. പ്രതികാരമാണത്. ഇടിച്ചു നിരത്തുവിന്, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിനെന്നവർ പറഞ്ഞു. ജെറുസലം ദേവാലയം നശിപ്പിക്കാൻ അവർ പറഞ്ഞു. സംഹാരണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. പ്രതികാരമാണ് നിറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനത്തത് സങ്കടമാണ്. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിക്കുന്നവൻ അനുഗ്രഹീതൻ. എന്നോടൊരാൾ ചോദിച്ചു, പിതാവേ, ഇതൊക്കെ പള്ളി പറയാൻ കൊള്ളാവുന്നു? സങ്കീർത്തനത്തിന് ഇങ്ങനെയൊക്കെ എഴുതുന്നത് ശരിയാണ്? ഇതൊക്കെ പള്ളി വായിക്കാൻ കൊള്ളാവോ? അയാളുടെ ഉള്ളിലെ സർവ്വ പ്രതികാര ചിന്തകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് പറയുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. നമ്മുടെ ഉള്ളിൽ ഒത്തിരി നിരാശയും സങ്കടങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അതെല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ തമ്പുരാൻ അതെല്ലാം ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് നമുക്ക് ഒരു അർത്ഥപൂർണമാക്കി തരികയാണ്. നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റുകയാണ്. സങ്കീർത്തനം 34, 17, 18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. നമ്മുടെ നിലവിളി കർത്താവ് കേൾക്കും. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതുകൊണ്ട് ഹൃദയം നുറുങ്ങുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. അവിടുന്ന് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രകടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ തമ്പുരാനോട് നമ്മുടെ ഈ നിരാശയും വേദനയും നിഷേധ ചിന്തകളും ഒക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും ആശ്വസിക്കാനും സാധിക്കണം.
ഞാൻ എപ്പോഴും ഓർക്കും, ഈ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച് സൗഖ്യപ്പെടുന്നുണ്ട്. എന്തൊരു ധൈര്യമായിരുന്നു അവൾക്ക്. കാരണം പിടിക്കപ്പെട്ടാൽ അവൾക്ക് വലിയ ശിക്ഷയാണ്. കാരണം അവൾ അശുദ്ധയാണ്. അശുദ്ധയായ ഈ സ്ത്രീ ജനക്കൂട്ടത്തിനിടയിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യർക്ക് അശുദ്ധം കൊടുത്തു, അശുദ്ധരാക്കി. അവർ സഹിക്കുകയല്ലത്. അവൾ പക്ഷേ റിസ്ക് എടുത്ത് വരികയാണ്. അവൾക്ക് വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഇതൊരു വലിയ വിശ്വാസമാണ്. ഈ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ദൈവം ഇല്ലെന്ന് തോന്നും. ദൈവം ഇല്ല, ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നിങ്ങൾ ചോദിക്കും, പിതാവിനും അങ്ങനെ തോന്നുമോ? നിങ്ങൾ ആരോടും പറയരുത്. എനിക്കും ഇടയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല, തിന്മ ജയിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. നന്മ തോറ്റുപോവുക. ദൈവമേ നീ എവിടെയാ? നീ ഇങ്ങനെ ബാൽക്കണി സീറ്റിട്ട് കയറിയിരിക്കുകയാണോ? ഈ തിന്മ ഇങ്ങനെ ജയിക്കുമ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നു, അനീതിപരമായ യുദ്ധങ്ങൾ നടക്കുന്നു, അനീതിപരമായ സമരങ്ങൾ നടക്കുന്നു. അവിടെയൊക്കെ ഈ മനുഷ്യന്റെ വിലാപമുണ്ട്. ദൈവമേ നീ എവിടെയാണ്? പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുന്നത് എന്നാണെന്നറിയാമോ? ഈ യുദ്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധാരണ മനുഷ്യർ, അവരുടെ വിശ്വാസം പോയിട്ടില്ല. മാറി നിന്ന് നോക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ് കുഴപ്പം. അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവം സർവശക്തനാണെന്നും അവിടത്തേക്കൊരു പദ്ധതിയുണ്ടെന്നും അവിടുന്ന് കൃത്യമായ സമയങ്ങളിൽ ഇടപെടുമെന്നുമുള്ള ഒരു വലിയ വിശ്വാസം. ആ വിശ്വാസം ജീവിക്കുന്നത് കൊണ്ട്, ആ വിശ്വാസം ഏറ്റുപറയുന്നത് കൊണ്ട് അവരോരോരുത്തരും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണുകയാണ്. ചിലപ്പോൾ മാനുഷികമായിട്ട് നോക്കിയാൽ അതൊക്കെ നഷ്ടമായിരിക്കാം. മാനുഷികമായിട്ട് നോക്കിയാൽ അത് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു, അവരുടെ സൽപ്പേര് നഷ്ടപ്പെടുന്നു. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും ദൈവം, എൻ്റെ ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ സർവശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ നിന്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പൂർവ്വപിതാവായ യൗസേപ്പിൻ്റെ ജീവിതം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. മനോഹരമാണത്. പൂർവ്വപിതാവായ യൗസേപ്പ്, ജോസഫ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ, ആ സഹോദരന്മാരെല്ലാവരും കൂടെ എന്നെ പണിയാണ് കാണിച്ചു. നമ്മളെ അയലോക്കത്തുകാർ നമുക്കിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ പോട്ടെന്ന് നോക്കുക. സ്വന്തം സഹോദരങ്ങൾ, അത് മൂത്തവർ തുടങ്ങി ഇളവർ വരെ ഇവനെതിരെ ഗൂഢാലോചന നടത്തിയിട്ട് അവനെ കൊല്ലാൻ തീരുമാനിക്കും. എന്നോ സാധനങ്ങൾ അവർ അല്ലേ, യാക്കോവിൻ്റെ മക്കൾ, യാക്കോവിൻ്റെ കയ്യിലിരിപ്പും അല്ലേ, അത് പറയണം. പൂർവ്വപിതാക്കന്മാരെ ഒന്നും പറയാൻ പാടില്ല അല്ലേ, പോട്ടെ. ഏസാവിനെ പറ്റിച്ച കഥയൊക്കെ ഒന്നും പറയണ്ട. ഏതായാലും മക്കളുടെ കാര്യമൊക്കെ കണക്കാ. ഇതുങ്ങളെല്ലാം കൂടി ഈ പാവപ്പെട്ട ജോസഫിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ പിന്നെ റൂബൻ ഇടപെട്ടു, കൊല്ലണ്ട, അവനെ ഒന്ന് വിരട്ടി വിട്ടാൽ മതി, അതുകൊണ്ട് നമുക്ക് അവനെ ആ പൊട്ടക്കിണറ്റിൽ തള്ളാം. റൂബൻ്റെ പ്രത്യാശ എന്നായിരുന്നു, ഇവന്മാർ പോയി കഴിയുമ്പോൾ പൊട്ടക്കിണറ്റിൽ നിന്ന് പയ്യനെ വിളിച്ചുണർത്തി അപ്പൻ്റെ കൈ കൊണ്ട് കൊടുക്കാം. പക്ഷേ റൂബൻ ഇടപെടുന്നതിന് മുമ്പ് ആ വഴി പോയ ഈജിപ്തുകാർക്ക് ഇവനെ അടിമയാക്കി വിറ്റ്, സ്വന്തം സഹോദരനെ, ഇളയ സഹോദരനെ അടിമയാക്കി വിറ്റ്. എന്നാ ക്രൂരതയെ അവർ കാണിച്ചു. എന്നിട്ട് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ന്യൂജൻ പിള്ളേരൊക്കെ അത് വായിച്ചിട്ട് ചോദിക്കും, ഉണ്ടായിട്ട് എന്നാ വിശേഷം? അവനെ രക്ഷിച്ചോ കർത്താവ്? ഇല്ലല്ലോ. എന്നാ മിണ്ടാതിരിക്കാൻ പറയും നമ്മൾ. കർത്താവിൻ്റെ കാര്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവനെ കൊണ്ട് പോയി അടിമയാക്കി കൊണ്ടുപോയി. കർത്താവിൻ്റെ കാര്യം അവനെ ഉണ്ടായിട്ട് എന്നാ വിശേഷം? അവനെ അടിമയാക്കിയപ്പോൾ കർത്താവ് ഇടപെട്ട് അവനെ ഒരു സിനിമാ സ്റ്റൈലിൽ അവനെ സഹോദരങ്ങളെല്ലാം ചവിട്ടി മെതിച്ചിട്ട് അവനെ രക്ഷിച്ചുകൊണ്ട് വരണ്ടേ? അതല്ലേ ഒരു രസം. പിന്നെ അവിടെ ചെന്നു അവിടെ പൊത്തിഫറിൻ്റെ വീട്ടിൽ കാര്യവിചാരിപ്പുകാരനായി മിടുക്കനായിരുന്നതുകൊണ്ട് അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേരത്തേക്കാണ് പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനോട് വേണ്ടാതിനൊക്കെ തോന്നി. അവസാനം പിന്നെയും കാരാഗൃഹത്തിൽ വല്ല കാര്യമുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാരാഗൃഹത്തിൽ കർത്താവിൻ്റെ കരം ഉണ്ടായിട്ട് എന്നാ വിശേഷമെന്ന് നമ്മൾ ചോദിക്കും. ചിലർ നേരത്തെ ഇടപെടണ്ടായിരുന്ന കർത്താവ്. അവിടെ വെച്ച് അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. അവസാനം ഫറവോയ്ക്ക് സ്വപ്നം,
അതാണ് ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ദൈവം ഇങ്ങനെ സ്വപ്നം കൊടുത്തുകൊണ്ടിരിക്കുക, അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓരോരുത്തരെ. ഫറവോയ്ക്ക് ഉറക്കമില്ല, സ്വപ്നം എല്ലാവരെയും വിളിച്ചു വരുത്തി. അവൻ്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോഴാണ് ഇവൻ്റെ കൂടെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ദൈവം ഇങ്ങനൊരു പാർട്ടി അവിടെ ഉണ്ട്, ഞാൻ മറന്നുപോയി അവൻ്റെ കാര്യം പറയാൻ. അവനെ വിളിച്ചുകൊണ്ട് വന്നു. അവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. അവനെ ഈജിപ്തിൻ്റെ അധിപനാക്കി മാറ്റി. ഫറവോ, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി, ന്യൂജൻ പാർട്ടികൾക്കെല്ലാം മനസ്സിലായി, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ ചിലപ്പോൾ നമ്മുടെ സമയത്ത് തീരത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നിനെക്കുറിച്ചും നിഷേധപരമായിട്ട് ചിന്തിക്കേണ്ട. എൻ്റെ ജീവിതത്തിൽ ഇന്ന് തകർച്ചകളുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ, ദൈവത്തിന് അതുകൊണ്ടൊരു പദ്ധതി ഉണ്ടാവും. ഞാനൊരു സിസ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സിസ്റ്റർ കിടപ്പാണ്, വയ്യ. പക്ഷേ ആ സിസ്റ്ററിനെ തൊടുന്നവർക്കെല്ലാം സൗഖ്യമാണ്. സിസ്റ്റർ ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം സൗഖ്യം. വിശുദ്ധയായ സിസ്റ്റർ. അപ്പോൾ നമ്മൾ അവർക്ക് ദൈവം പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടി, പക്ഷേ ഈ പ്രാർത്ഥിച്ച പാർട്ടി അവിടെ കിടക്കല്ലേ, സൗഖ്യമില്ല. ദൈവത്തിന് ഓരോ അനുഭവങ്ങളിലും ഓരോ പദ്ധതിയുണ്ടെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാൻ സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ധീരതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവിൻ്റെ പേരിൽ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങ് അവസാനിപ്പിക്കാം. ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല, എനിക്കറിയാം. എന്നാലൊന്ന് ശ്രമിച്ച് നോക്ക്. അടുത്ത വർഷത്തെ കൺവെൻഷന് മുമ്പെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. എന്നോടൊരു സഹോദരി പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി 54 ഞാൻ കൊച്ചായിരുന്നു അന്നപ്പോൾ. ഞാൻ പറഞ്ഞു 60 വയസ്സാവുന്നു, ഇനിയിപ്പോൾ എന്നതിനാണ് ഡൈവോഴ്സ്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയാളെ. കാരണം എന്നാ, എൻ്റെ അച്ഛാ ഇത്രയും നാൾ അയാൾക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഓഫീസ് ഭരിച്ച് നടന്നോളുമായിരുന്നു. രാത്രി പാതിരാ വരെ ഓഫീസിലിരുന്ന് ജോലി ചെയ്ത് പാതിരായാകുമ്പോഴേ ഇങ്ങോട്ട് എഴുന്നള്ളത്തള്ളാൻ. ഇപ്പം എന്നാ പറ്റി? ഇപ്പം പെൻഷൻ പറ്റി. അതുകൊണ്ട് പുള്ളിക്ക് ഭരിക്കാൻ ഓഫീസിലെന്നും പറഞ്ഞു കസേരയെടുത്ത് അടുക്കളയിൽ ഇട്ട് എന്നെ ഭരിക്കുക. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുകയില്ല. ഞാൻ 2-3 ആഴ്ച നോക്കി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഡൈവോഴ്സ് തന്നേക്കാം. ഞാൻ ഈ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ പറയുക, എൻ്റെ അച്ഛാ അവൾ നന്നായിക്കോട്ടെന്ന് ഓർത്ത് ഞാൻ പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞു, എത്ര വയസ്സായി ചേട്ടാ? കല്യാണം കഴിച്ചിട്ട് 10-35 വർഷമായി. ഇത്രയും നാൾ നന്നായില്ലെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിക്കുക ചേട്ടാ. പോട്ടെ, ഇനിയിപ്പം സ്ട്രാറ്റജി മാറ്റ്. ഇനിയും ആ കസേരയൊക്കെ എടുത്ത് അടുക്കളയിൽ നിന്ന് എടുത്ത് മാറ്റി ചേട്ടനും വല്ലോ പുസ്തക വായനയും പൂന്തോട്ട പരിപാലനവും പിന്നെ സ്റ്റാമ്പ് കളക്ഷനും ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കുക. അല്ലാതെ ചുമ്മാ ഭാര്യയുടെ പുറകെ നടക്കാതെ. ആ പുള്ളിക്ക് അത്ര ബോധിച്ചൊന്നുമില്ല. ഈ അച്ഛന്മാരിങ്ങനൊന്നും അല്ല പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ ഈ നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെയും പുറകെ നടക്കാതെ, ജീവിത പങ്കാളിയുടെ പുറകെ നടക്കാതെ, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് കൊതിയോടെ നമ്മുടെ മക്കൾ തിരിച്ചു വരണം. തമാശകൾ പറയാൻ, കേൾക്കാൻ. നമ്മുടെ കർത്താവുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലൂടെയൊക്കെ പമ്മിപ്പതുങ്ങി നടപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ പറയുന്ന തമാശകളൊക്കെ കേട്ട് ചിരിക്കാൻ. അതിനവിടെ വല്ല തമാശയും പറയണ്ടേ? അത് അവാർഡ് പടം പോലെയാണ്. പഴയ കാലത്തെ അവാർഡ് പടം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ പണ്ട് അവാർഡ് പടം ഇറക്കുന്നവരെല്ലാം മരിച്ചു പോയിട്ടായിരിക്കും. ഇപ്പോൾ ആരും ഇറക്കുന്നില്ല. അതിനകത്ത് സംഭാഷണവും ഇല്ല, പാട്ടും ഇല്ല, ഡാൻസും ഇല്ല, കളറും ഇല്ല. എന്നതാ ഇത്? അത് കണ്ടിരിക്കുന്ന നമുക്ക് വേണം അവാർഡ് തരാനെന്ന് ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്രയും ഒക്കെ വിവരം ഉണ്ടായിട്ടാണ് കേട്ടോ അങ്ങനെ ചിന്തിച്ചത്. അത് ആസ്വദിക്കുന്നവർ വലിയ ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഏതായാലും പല കുടുംബങ്ങളും അവാർഡ് കുടുംബങ്ങൾ പോലെയാണ് പ്രിയപ്പെട്ടു. അവാർഡ് പടം പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അവിടെ തമാശയും ഇല്ലാതെ ഇരിയില്ല, ഒന്നുമില്ല. അവിടെ ഭയങ്കര സീരിയസാണ്. അപ്പൻ കുറച്ച് ശബ്ദങ്ങൾ മാത്രമേ പുറപ്പെടുപ്പിക്കത്തുള്ളൂ. എന്നൊക്കെ പറയുള്ളൂ. അമ്മയാണെങ്കിൽ സർവ്വതേരെ ഇതിലെ പഠിക്കുന്നില്ല, ഇത് അങ്ങനെയാ ഇങ്ങനെയാന്ന് പറയണ അതിന് പറയാൻ നടക്കും. ഇവിടെ എവിടെയാണ് ഒരു സന്തോഷമില്ല. സന്തോഷം തേടി പിള്ളേർ അവിടെ ഇവിടെയെല്ലാം പോയി അവൻ ഈ മൊബൈൽ ഫോണുമായിട്ടിരിക്കുക. കാരണം അതിനകത്ത് തല വെച്ചിരിക്കുക. ഞാൻ ഓർക്കും, ഇതിനകത്ത് തല കയറ്റാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തോട്ട് കയറ്റിയിരുന്നത്. അതാണ്. ഇനി അടുത്ത ജനറേഷൻ നമ്മുടെ മനുഷ്യരെല്ലാം ഈ പെടലി കുനിഞ്ഞവരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവല്യൂഷൻ്റെ പ്രിൻസിപ്പിൾ കറക്റ്റാണെങ്കിൽ അല്ലേ? കാരണം സർവ്വനേരം ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇനിയും ജനിക്കുന്ന മക്കളെല്ലാം പെടലി കുനിഞ്ഞവരായിരിക്കും. സ്പോണ്ടിലോസിസിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. കാരണം അങ്ങനായി സന്തോഷം തേടി ഇപ്പോൾ ഇതിനകത്താണ് പോകുന്നത്, വേറെ ഒന്നുമില്ല.
സമയമായതുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം അല്ലേ നിങ്ങളുടെ ഉള്ള സന്തോഷം കൂടെ പോകും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പിതാവൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നീ തന്ന നന്മകളൊക്കെ ഓർത്ത് നന്ദി പറയാൻ, തന്നതിൽ സംതൃപ്തി കണ്ടെത്താൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാൻ, ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവം കുടുംബങ്ങളിൽ ആസ്വദിക്കാൻ, ജീവിത പങ്കാളിയുടെ നന്മകളെ ഓർത്ത് നന്ദി പറയാൻ, ഞങ്ങളുടെ മക്കളുടെ നന്മകളെ ഓർത്ത് നന്ദി പറയാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് നെഗറ്റിവിറ്റിയെ അവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റണമേ. സന്തോഷം നിറയുന്ന, സമാധാനം നിറയുന്ന, കൂടെയുള്ളവർക്ക് ധൈര്യം പകരുന്ന കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. കർത്താവെ, ഹൃദ്യതയിലും സ്നേഹത്തിലുമെല്ലാം ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ ഈ ഭദ്രാസനത്തെയും ഞങ്ങളുടെ അഭിമന്യ തിരുമേനിയെയും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷയിൽ ഞങ്ങളെല്ലാം ഉറപ്പിച്ച് നിർത്തണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ.